ആരംഭിക്കുകയാണ്. ഏവർക്കും മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. മാമ്പഴത്തിന്റെ സന്തത സഹചാരിയായ പ്രിയ കവി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, കേരളത്തിന്റെ ജലസമൃദ്ധിയെക്കുറിച്ച് പാടിയ പ്രശസ്ത കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സർ. മാമ്പഴത്തിൽ ഇന്ന് ആദ്യം ഒരു യുഗ്മ കവിതയാണ്. യുഗ്മ കവിത ചൊല്ലാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൃതികയെയും ശാംഭവിയെയും. കൃതിക, ശാംഭവി, രണ്ടുപേർക്കും മാമ്പഴം 10ന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. രണ്ടുപേരുടെയും പേരുകൾ വളരെ വ്യത്യസ്തമാണ് അല്ലേ? എന്തായാലും കൃതിക എവിടുന്ന് വരുന്നു? ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ശാംഭവി എവിടുന്ന് വരുന്നു? ശാംഭവി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന്. ഇന്ന് ഏത് കവിതയാണ് നിങ്ങൾ ചൊല്ലുന്നത്? മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി. കയറുവലിച്ചുടൻ കോമളാങ്കി നീർക്കോരി നിന്നീടിനാൾ ശ്രീമാന ഭിക്ഷുവങ്ങു ചെന്നർത്ഥി. ഭഗിനി കൃപാരസമോഹനം കുളിർത്തണ്ണീരിതാശു നീ ഓമലേ തരൂ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴുമാര്യന്മാർ. കോപമേലരുതേ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാ. ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൾ. ചെന്നലീന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ. തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല. കൃതിക, സാംഭവി, ഇരട്ടകൾ രണ്ടുപേരും മനസ്സുകൊണ്ടും ആവിഷ്കാരം കൊണ്ടും ഒന്നായതുപോലെ
വളരെ ഹൃദ്യമായി നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ പാഠം. അത് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാലമാണിത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന ചോദ്യം അല്ലെങ്കിൽ ആ വാക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് മുഴങ്ങുന്നത് അല്ലേ? നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അത് കേൾക്കണ്ടേ? ആശാനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആശാന്റെ കഥാപാത്രം ആര്യൻ ജാതി ചോദിച്ചിട്ടില്ല, വെള്ളമാണ് ചോദിച്ചത്. പക്ഷേ ആജന്മ അടിമത്തം, ജീവികാദാസ്യവും ആത്മദാസ്യവും ദേഹദാസ്യവും പേറുന്ന ജന്മ അടിമയായ ആ യുവതി പറയുന്നത്, അല്ലല്ല എന്ത് കഥ ഇത് കഷ്ടമേ, അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. ഞാൻ നീചനാരിയാണ്, ഞാൻ അധകൃതയാണ്, ഞാൻ കൊള്ളരുതാത്തവളാണെന്നുള്ള ബോധത്തിൽ നിന്ന് അടിമയെ മോചിപ്പിക്കാൻ ആശാൻ നടത്തിയ വലിയ അക്ഷര സമരത്തിൻ്റെ പ്രതിനിവൃത്തിയുടെ ഭാഗമാണ് ഈ കവിത. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. രണ്ടുപേരും നന്നായിട്ടാണ് ചൊല്ലിയത്. എങ്കിലും ഞാൻ കൃതികയ്ക്ക് അല്ലേ, കൃതികയല്ലേ മാണ്ഡവിയായിട്ട് അഭിനയിക്കുകയല്ല ആലപിച്ചത്, കൃതികയ്ക്ക് 45 മാർക്ക് തരും. സാംഭവിക്ക് 44 മാർക്ക് തരും. നമ്മുടെ കവിതയിൽ, മലയാള കവിതയിൽ ആദ്യമായിട്ട് ബുദ്ധിസത്തെ കുറിച്ച് സംസാരിക്കുന്നത് ആശാനാണ്. അതിൻ്റെ കാരണം അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയും അദ്ദേഹത്തിൻ്റെ ജാതി വിരുദ്ധ പോരാട്ടങ്ങൾക്കും ഒരു പ്രധാന പ്രചോദനമാകുന്നത് ബുദ്ധിസമാണ്. ഈ കരുണയായാലും അതുപോലെ തന്നെ ചണ്ടാലവിഷിയായാലും ഒക്കെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ നിന്ന് വായിച്ച് ബുദ്ധിസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തിട്ടുള്ള കഥകളാണ്, കഥകളുടെ കാവ്യാവിഷ്കാരങ്ങളാണ്. ആശാൻ്റെ മനസ്സിലിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാരാജാവിനെ കൊണ്ട്, ശ്രീബുദ്ധനെ കൊണ്ട് മഹാരാജാവിനോട് പറയിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്നുള്ള ഒരു വാദമാണ്. അത് ശ്രീബുദ്ധനെ ഈ പുലയൻ എന്നുള്ള വാക്കേ അറിയത്തില്ല, പക്ഷേ ആശാൻ്റെ വാക്കത്. ആശാൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ലോകർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിന് കൂട്ടു നിൽക്കരുത് എന്ന് ഭരണകൂടത്തിനോട് ഈ ശ്രീബുദ്ധൻ പറയാം. അങ്ങനെയൊക്കെ വളരെ കാലിക പ്രസക്തിയുള്ള കവിതയാണ്. ഇത് രണ്ടും സംഭാഷണത്തിൻ്റെ രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിച്ചത്, മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വാസ്തവത്തിൽ ഇതൊക്കെ വളരെ പബ്ലിക്കായിട്ട് വീണ്ടും ചൊല്ലേണ്ടുന്ന അത്യാവശ്യമുള്ള ഒരു കവിതയാണ്. ഈ കവിത തിരഞ്ഞെടുത്തതിന് പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. മാർക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ്. കൃതിക്ക് 45 മാർക്ക്, അതങ്ങേറ്റുള്ള ആനന്ദഭിക്ഷൻ്റെ വാക്കുകൾ പറഞ്ഞ ശാംഭവിക്ക് 46 മാർക്ക്. എന്തായാലും നല്ലൊരു തുടക്കമായി അല്ലെ? ഇരുവർക്കും തുല്യമായ മാർക്കും ലഭിച്ചു. അതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. രണ്ടുപേർക്കും, കൃതികയ്ക്കും ശാംഭവിക്കും 100-ൽ 90 മാർക്ക് ലഭിച്ചു. അഭിനന്ദനങ്ങൾ.